തൊഴിലാളി ക്ഷാമത്തിന്റെ പേരിൽ പലരും കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യത്തിൽ കടപ്പളാമറ്റം പഞ്ചായത്ത് 7-ാം വാർഡിലെ മാറിടം പാടശേഖരത്ത് കൃഷിയിറക്കി 100 മേനി വിളവെടുത്ത അക്ഷയ കുടുംബശ്രീ ഈ രംഗത്ത് മാതൃകയാവുകയാണ്. 40 ഏക്കർ വരുന്ന പാടത്തിൽ 25 ഏക്കർ സ്ഥലത്താണ് കഴിഞ്ഞ സമയം പച്ചപ്പണിഞ്ഞത്. 2.5 ഏക്കർ സ്ഥലത്താണ് അക്ഷയ കുടുംബശ്രീ കൃഷിയിറക്കി നാടിന് മാതൃകയായത്. ഉമാ നെൽവിത്താണ് ഇവർ വിതച്ചത്. തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്ന കാലഘട്ടത്തിൽ യന്ത്രവൽകൃത കൃഷിയിറക്കിയാണ് ഇവർ മാതൃകയായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കുടുംബശ്രീയുടെ പ്രവർത്തകരായ സിസിലി പത്രോസ്, സുശീല ബേബി, സുമ രാജു, സ്മിത ബിജു, ശോഭന സോമൻ, ഗ്ലോറിയ വർഗീസ്, റീന രാജു, ഏലിക്കുട്ടി സേവ്യർ, ആൻസി സണ്ണീറ്റ്സ്, തങ്കമ്മ തോമസ്, മോളി ബേബി എന്നിവരാണ് കാർഷിക മേഖലയ്ക്ക് കരുത്തേകി കാർഷിക വൃത്തിയുടെ പാഠങ്ങൾ നാടിന് സമ്മാനിച്ച് രംഗത്ത് എത്തിയത്. അക്ഷയ കുടുംബശ്രീയുടെ വിളവെടുപ്പ് മഹോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് ടിക്കിപ്പുറം, ജനപ്രതിനിധികളും പൌരപ്രമുഖരുമായ ഡാലി ടോമി, ബിന്ദു കിഷോർ, കെ പി ടോമി, സക്രിയാസ് പാരാനി, ദേവസ്യാച്ചൻ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു. കൃഷി ഓഫീസർ മീനു ചാക്കോ നടുവിലേക്കുറ്റ്, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ രമ ഭാസ്കരൻ തുടങ്ങിയവർ കാർഷിക വൃത്തിക്കും വിളവെടുപ്പ് പരിപാടികൾക്കും കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാടത്ത് എത്തിച്ചേർന്നിരുന്നു. ഇവിടെ കഴിഞ്ഞ വർഷം ഈ മാട് പാടശേഖരത്തിൻ്റെ അടുത്തുള്ള എല്ലാ പാടശേഖരത്തിൻ്റെ നെൽകൃഷി ഇല്ലായിരുന്നു. നെൽകൃഷി കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. പിന്നീട് ഈ വർഷം സർക്കാർ കുറേ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് പഞ്ചായത്തിൽ നിന്ന് ഇപ്പം നിലവിൽ ഈ കൊയ്ത്തുമതി യന്ത്രം കൊടുത്തിട്ടുണ്ട്. പിന്നീട് നെൽകൃഷിക്കുള്ള തരിശ് നെൽകൃഷി ചെയ്യാനുള്ള സഹായമുണ്ട്. വളത്തിനും അതായത് ഇൻപുട്സിനുള്ള സബ്സിഡി ഉണ്ട്. അങ്ങനെ എല്ലാ സബ്സിഡികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തവണ കുറേ കർഷകരും കൂടി നെൽകൃഷി ചെയ്യാനും ഏകദേശം ഇവിടെ ഒരു 5 ഹെക്ടർ അതായത് ഒരു 7-8 ഏക്കറോളം നെൽകൃഷി കൂടുതലായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ കടപ്പളാമറ്റം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഈ കുറച്ചും കൂടെ സഹായങ്ങളും കൃഷിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കുറച്ചും കൂടെ കിട്ടുവാണെങ്കിൽ അവർക്ക് ഇനി സഹായങ്ങൾ കൊടുക്കാനും നെൽകൃഷി ചെയ്യാനും കുറച്ചും കൂടെ ഒരു താല്പര്യം വരികയും ചെയ്യും. നമ്മുടെ നെൽപ്പാടങ്ങൾക്ക് കൃഷി ഇല്ലാതെ കിടക്കുന്ന ഒരു പരാതികൾ മാറുകയും ചെയ്യും. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിപ്പം പറഞ്ഞ കണക്ക് കൊയ്യാൻ ആളില്ലാത്ത വലിയ വിഷയം വരുന്ന പ്രത്യേകിച്ച് ഇപ്പം കൊയ്യാനുള്ള മെഷീനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടി അത് മെതിക്കാനൊരു വലിയ പണിയാണ്. ആ പണി നമുക്ക് ശരിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു വ്യത്യാസം വരും. അതായത് ഈ കൃഷിയും കൂടും. പിന്നെ എന്നാ കർഷകർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസം ഈ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൊയ്ത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു വിഷയമാണ് അവർക്ക് വരുന്നത്. ആ വിഷയങ്ങളിലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മളിപ്പം നിലവിൽ കുടുംബശ്രീക്കാരെ കൊണ്ട് ഒരു 2.5 ഏക്കർ നെൽകൃഷി ജൈവ രീതിയിൽ, അതായത് വലിയ രാസവളം ഒട്ടും ഇട്ടിട്ടില്ല എന്നല്ല, ഒത്തിരി രാസവള പ്രയോഗം ചെയ്യാതെ ജൈവ രീതിയിലുള്ള നെൽകൃഷി ചെയ്യിച്ചിട്ടുണ്ട്. അത് കീടനാശിനിയും ഒക്കെ ഒത്തിരി കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതേ കണക്ക് തന്നെ മുകളിലോട്ടുള്ള സ്ഥലത്തിൽ കുറച്ച് പച്ചക്കറി കൃഷി അവർ 1 ഏക്കറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കൃഷിയിലേക്ക് വന്നിരിക്കുന്ന കർഷകരാണ്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എളുപ്പമുണ്ട്. അതായത് പരമ്പരാഗതമായിട്ടുള്ള കൃഷിക്കാരാണെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവർ കുടുംബശ്രീയിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ പുതിയതായിട്ട് കൃഷി രംഗത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് അവരെ നമുക്ക് പഠിപ്പിക്കാനും നമ്മൾ കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവരെ പാലിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു വിളവും നല്ലൊരു കൃഷിയും ഉണ്ടാക്കാൻ സാധിച്ചു. കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ 7-ാം വാർഡിലാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു നീണ്ട ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 2.5 ഏക്കർ നെൽകൃഷി ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് വീടുകൾ തോറും കയറി നടക്കുക മാത്രമല്ല, ഇത്തരം കാർഷിക മേഖലയിൽ അവർക്ക് വലിയൊരു മുന്നേറ്റം തുടക്കം കുറിക്കാൻ സാധിക്കും എന്ന് ഇത് തെളിവാണ്. അതുകൊണ്ട് പച്ചക്കറി കൃഷി,
മറ്റ് ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള എല്ലാ കൃഷികളും അവർ ചെയ്തു വരുന്നുണ്ട്. അവർക്ക് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലും ഈ കാർഷിക മേഖല ഉൾപ്പെടുത്തിക്കൊണ്ട് നെൽകൃഷിയും മറ്റു പച്ചക്കറി കൃഷിയും ഉൾപ്പെടുത്തണം. എന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ കുടുംബശ്രീ വനിതകൾ കൂടുതലും മുന്നോട്ടിറങ്ങുകയും ഈ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അതിന് നമ്മുടെ 7ാം വാർഡിലെ അക്ഷയ കുടുംബശ്രീയാണ് അതിന് ഏറ്റവും മുൻകൈ എടുത്തു വന്നത്. അവരെ അതിന് ഈ വാർഡിന്റെ പേരിലും പഞ്ചായത്തിന്റെ പേരിലും അഭിനന്ദിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ അവരുടെ കുടുംബശ്രീയിലുള്ള ഒരാളുണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ സംസാരിക്കും.